ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാറിന് നമ്മൾ പ്രൊഡക്റ്റുകൾ കൊണ്ടിരുന്നു, അൺബോക്സ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണല്ലോ പറയാനുള്ളത്. ഇന്ന് ഞാൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കും. കാരണം എന്താണെന്ന് അറിയോ, ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു ഓപ്പൺ ബോക്സ് പ്രൊഡക്റ്റ് ആണ്. അതായത് മുമ്പ് ആരോ ഓപ്പൺ ചെയ്ത പ്രൊഡക്റ്റ് ഏറ്റവും വിലക്കുറവിൽ ഞാൻ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈറ്റിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പൊ ഈ ഡിസ്കൗണ്ടിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഇതേപോലെ നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളാണ് കൂടുതലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഓപ്പൺ ബോക്സ് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്ന സാധനം ആയിരിക്കത്തില്ല നമുക്ക് അവരെ അയച്ചു തരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും പല സൈറ്റുകളിലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 2 വീക്സ് ആയി. ആ 2 വീക്സിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് റിസീവ് ആയത്. അപ്പൊ എന്തായാലും കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഡീൽ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. സാധാരണ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്നതിനേക്കാളും 30-40% ഒക്കെ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാനൊരു സൗണ്ട് ബാർ പർച്ചേസ് ചെയ്താണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഡീൽ ക്ലിക്കിന്റെ സ്റ്റിക്കറുകൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതിന്റെ മുകളിലൂടെയുള്ള കവറാണിത്. ഇതെന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒറിജിനൽ പാക്കിങ്. ഒറിജിനൽ പാക്കിങ്ങിൽ എവിടെയൊക്കെ ആയിട്ട് അവർ എക്സ്ട്രാ പ്ലാസ്റ്റർ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ബോക്സ് പഴയ രീതിയിൽ എന്തായാലും കിട്ടത്തില്ലല്ലോ. അപ്പൊ അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ ബോക്സ്, അതായത് ഒറിജിനൽ ബോക്സിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം, നമുക്ക് ഓപ്പൺ ബോക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും ഇതോടെ ഒന്ന് ഓപ്പൺ ആക്കാം. ഇതാണ് ബോക്സ് കണ്ടീഷൻ. ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്കിവിടെയാണ് നമ്മുടെ സൗണ്ട് ബാർ. 2 ബാറ്ററിയൊക്കെ പുതിയത് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. ബ്ലൂടൂത്ത് സ്പീക്കറിൽ മാത്രമാണ് ഞാനൊരു ചെറിയ പ്രശ്നം ഇതിൽ കണ്ടിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ആരോ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവുകളൊക്കെ ഇതിൽ അവിടെ എവിടെയായിട്ടൊക്കെ അവശേഷിച്ചിട്ടുണ്ട്. അതായത് ഇതിന് ഈ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഈ ഗ്രില്ലിലൊന്നും സ്ക്രാച്ചോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡിൽ മാത്രമാണ് കൂടുതൽ സ്ക്രാച്ച് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇതിന്റെ ഗോബോയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഈ സ്റ്റാർ പോലെ കാണുന്നുണ്ടല്ലോ, ഇതൊരു ബ്രീത്തിങ് LED ലൈറ്റ് ആണ്. ഇതിന്റെ 2 സൈഡിലും നൽകിയിട്ടുണ്ട്. നമ്മൾ പാട്ടൊക്കെ ഇടുന്ന സമയത്ത് അതിനനുസരിച്ച് ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നല്ല രീതിയിൽ ഗ്രീൻ കളറിൽ ബ്രീത്ത് ചെയ്ത് വരും. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഇതിന്റെ ഓക്സ് കേബിൾ, അതേപോലെ HDMI കണക്ട് ചെയ്യാനുള്ള പോർട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സൈഡിലായിട്ട്, അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ USB പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം വാൾ മൗണ്ട് ചെയ്യാനുള്ള ബ്രാക്കറ്റ് ഇതിന്റെ 2 സൈഡിലും നൽകിയിട്ടുണ്ട്. പിന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പവർ കേബിളും ലഭിച്ചിട്ടുണ്ട്. ഈ പവർ കേബിൾ ഒന്നും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. അതിനോടൊപ്പം തന്നെ സ്ക്രൂസ് വല്ലതും ഇതിന്റെ അഴിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും എനിക്ക് ഇതിൽ തോന്നുന്നില്ല. ഇതൊന്നും അഴിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. കളറൊന്നും സ്ക്രൂസിന്റെ പോയിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് റീഫബ്രിഷ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് റിപ്പയർ ചെയ്യുകയൊന്നും ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ സബ് വൂഫറിന്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ അധികം സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 1-2 ഇടത്ത് ചെറുതായിട്ടുള്ള കളർ ഇങ്ങനെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പം വലിയ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഇതിന്റെ ഒരു ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഇതേപോലെ ഗോബോ എഴുതിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിന്റെ സബ് വൂഫറും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. അതല്ലാതെ ഒരു രീതിയിലുള്ള സെറ്റിംഗ്സും ഇതിന്റെ ബാക്ക് സൈഡിലില്ല. പിന്നെ ഒരു പവർ കേബിൾ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ സബ് വൂഫറിലും ഫിസിക്കൽ ഓവർവ്യൂവിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ റിമോട്ടാണ്. അതൊക്കെ റിമോട്ടിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. ഇത് പുത്തം പുതിയ റിമോട്ട് പോലെ തോന്നുന്നുണ്ട്. ഇത് ഉപയോഗിച്ച സമയത്ത് ഈ റിമോട്ട് ഒരു പക്ഷേ കുറച്ച് സേഫ് ആയിട്ട് ഇതിൽ എന്തെങ്കിലും കവറൊക്കെ ഇട്ടിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് റിമോട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് ആഫ്റ്റർ 2 വീക്സിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 2 ആഴ്ച ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചായിരുന്നു. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്തായാലും ഞാൻ ഇതിന്റെ
ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ ഈ ഓപ്പൺ ബോക്സ് പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലെയുള്ള ഇ കോമേഴ്സ് സൈറ്റുകളിലൊക്കെ റിട്ടേൺ പോകുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും മിക്കവാറും സൈറ്റുകളൊക്കെ ഈ ഓപ്പൺ ബോക്സ് പ്രൊഡക്റ്റുകളായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കമ്പനികളിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ മാറ്റിവെക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ പോലും ഒട്ടുമിക്ക കമ്പനികൾ ആ പ്രൊഡക്റ്റുകൾ മാറ്റിവെക്കും, അത് ഡയറക്റ്റ് സെൽ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഡീൽ ക്ലിക്ക് പോലെയുള്ള സൈറ്റുകളിലേക്ക് വരുന്നത്. അവരത് ഓപ്പൺ ബോക്സ് ആയിട്ട് തന്നെ, ഓപ്പൺ ബോക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരത് സെൽ ചെയ്യുകയും ചെയ്യും. അപ്പം എന്തായാലും ഞാനിത് ഉപയോഗിച്ചതിൽ എനിക്ക് സൗണ്ട് ക്വാളിറ്റിയിലും അങ്ങനെയൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്തായാലും ഞാൻ നിങ്ങളത് കേൾപ്പിച്ചു തരാം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പൊ 2 ആഴ്ചയോളം ഞാൻ എനിക്ക് തോന്നുന്നു 3-4 മൂവീസ് ഒക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് കണ്ടത്. അപ്പം സംഭവം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 200 വാട്ട്സിന്റെ ആണ് ഈ ഒരു സൗണ്ട് ബാർ. ഇതിന്റെ മോഡൽ നമ്പർ ഗോവോ 920 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആമസോണിൽ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 6,999 രൂപയാണ്. പക്ഷേ ഡീൽ ക്ലിക്കിൽ നമുക്ക് 5,600 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. അപ്പം നിങ്ങൾ ചിലപ്പം ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇതേപോലുള്ള മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഡീൽ ക്ലിക്കിലുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു ചെറിയ പ്രൊഡക്റ്റ് കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ടൂക്സർ എന്ന് പറയുന്ന ഒരു 4G വയർലെസ് റൗട്ടർ ആണിത്. ഇതിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സൗണ്ട് ബാറിന്റെ സൗണ്ട് ക്വാളിറ്റി നോക്കാം. അപ്പൊ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കിങ്ങിലൊക്കെയാണ് വന്നത്. ഡീൽ ക്ലിക്കിന്റെ ഈ 2 പ്രൊഡക്റ്റുകളും നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് വന്നത്. ആ പാക്കിങ്ങിന്റെ കാര്യത്തിൽ 100 കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര വൃത്തിയായിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിലെ കവർ അഴിച്ച് കളഞ്ഞു കഴിയുമ്പോൾ അതിനുള്ളിൽ വേറൊരു പാക്കിങ്ങിൽ നല്ല സെറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂക്സർ എന്ന് പറയുന്ന ഇതിന്റെ ഒറിജിനൽ ആ ഒരു ബോക്സ് നമുക്ക് ലഭിക്കും. ബോക്സ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ 4G വയർലെസ് റൗട്ടർ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് 4G വയർലെസ് റൗട്ടർ. ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടുന്നുണ്ട്. കാരണം ഇതിലെങ്ങും തന്നെ സ്ക്രാച്ചസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റും ഓപ്പൺ ബോക്സ് ആണ്. ഓൾറെഡി ഇത് ആരോ മുമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു ബാറ്ററി ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇവിടെ ബാക്ക് സൈഡ് ഇതിന്റെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ബാറ്ററി ഇതിനകത്തിടാം. ഇതിനോടൊപ്പം തന്നെ ഇതിൽ സിം ഇടാനുള്ള പോർഷൻ നൽകിയിട്ടുണ്ട്. സിം ഇട്ടതിന് ശേഷം ബാറ്ററി ഇടുക. ബാറ്ററി ഇട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെ ഇത് കണക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കൊണ്ട് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് സാധിക്കും. ബോക്സിൽ ഇനി എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നോക്കാം. ബോക്സിൽ ഒരു മൈക്രോ USB കണക്ടറോട് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടൊപ്പം ലഭിച്ചത്. അപ്പൊ ഞാനിത് ഓൺ ചെയ്തൊക്കെ നോക്കി, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി, പ്രോപ്പറായിട്ട് അതും വർക്ക് ചെയ്യുന്നുണ്ട്. അതിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓപ്പൺ ബോക്സിൽ വാങ്ങിയ 2 പ്രൊഡക്റ്റും ഏകദേശം സക്സസ് ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വലിയ പ്രശ്നമില്ല. സാമാന്യം നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒരു 25-30% ഒക്കെ ഡിസ്കൗണ്ടിൽ ഇത് വാങ്ങാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം സംഭവം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് എമ്പുരാന്റെ ട്രെയിലർ തന്നെ ഇത് പ്ലേ ചെയ്യാവേ. സഹായം ചോദിച്ചില്ല. സൗണ്ട് അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. പിന്നെ ഇതില് നമുക്ക് കുറെ മോഡ്സ് ഉണ്ട്. മൂവി ഉണ്ട്, ന്യൂസ്, മ്യൂസിക്, 3D, അങ്ങനെ പല മോഡ്സ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഡിഫറെന്റ് മോഡ്സ് ഇതിൽ ഓരോന്ന് കാണുന്നതിനനുസരിച്ച് ഇപ്പൊ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂവി എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവി മോഡിലേക്ക് കണക്ട് ആവും. അതേപോലെ മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ, പവർ ഓൺ പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പാട്ട് കേട്ട് നോക്കാവേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. പ്രൊഡക്റ്റിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫിസിക്കൽ കണ്ടീഷനും ഇതിനുണ്ട്. ഇതിൽ കുറെ സ്ക്രാച്ചസ് ഉണ്ടെന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്തത്. അതും നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. ഇതിന്റെ LED ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിന്റെ പോർട്സ് ഒക്കെ തന്നെ നല്ല കണ്ടീഷനിൽ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ബോക്സ് പ്രൊഡക്റ്റുകൾ
വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീൽ ക്ലിക്കിനെ സമീപിക്കാൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡീൽ ക്ലിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെല്ലാം നല്ല ഡിസ്കൗണ്ടിൽ അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. എനിക്ക് ഇതിന്റെ ഒരു റിവ്യൂ ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീൽ ക്ലിക്കിൽ നിന്ന് പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ട്. ഞാൻ ഈ കാണിച്ച അതേ ഒരു കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് ഇത് റിസീവ് ആകുക. നിങ്ങൾ അതിനേക്കാൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്ത്, അതായത് പുതിയ അൺബോക്സ് ചെയ്യാത്ത പ്രൊഡക്റ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. ഇതേപോലെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലുള്ള പ്രൊഡക്റ്റ് അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ഞാൻ വീഡിയോകളായിട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത 1-2 പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതോടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൃത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.